മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗുരുതര വീഴ്ചയിൽ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്ക് നഷ്ടമായത് സ്വന്തം കിടപ്പാടം. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് 2022-ൽ. മറുപടി ലഭിച്ചത് 2 വർഷത്തിനു ശേഷം കഴിഞ്ഞയാഴ്ച. ഗത്യന്തരമില്ലാതെ ഫാക്ടറി പൂട്ടി വ്യവസായി. വീടും സ്ഥലവും ലേലം ചെയ്ത് ബാങ്ക്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗുരുതര അനാസ്ഥയിൽ നടപടി. നവജാത ശിശുവിന് വൈകല്യം സംഭവിച്ചതിൽ 4 ഡോക്ടേഴ്സിനെതിരെ കേസ്. കുട്ടിയുടെ വൈകല്യം ഡോക്ടർമാർ അറിയിച്ചില്ലെന്ന് മാതാപിതാക്കൾ. നടപടി നേരിടുന്നത് 2 സർക്കാർ ഡോക്ടർമാരും 2 സ്വകാര്യ ഡോക്ടർമാരും. പാർലമെന്റിൽ ശബ്ദമാകാൻ പ്രിയങ്ക ഗാന്ധി. സത്യപ്രതിജ്ഞ രാവിലെ 11 മണിക്ക്. ഇന്നും അദാനിയെ ചൊല്ലി സഭകൾ പ്രക്ഷുബ്ധമാകാൻ സാധ്യത. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി. വാശി മാറ്റിവെച്ച് ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി പദം നൽകും. അജിത് പവാറും ഉപമുഖ്യമന്ത്രി. മറാഠ വിഭാഗത്തിന് കൂടുതൽ മന്ത്രിമാരെ നൽകണമെന്ന് വിനോദ് താവഡെ. ഡൽഹിയിൽ നിർണായക യോഗം. ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ സത്യപ്രതിജ്ഞ വൈകിട്ട്. മുനമ്പം കമ്മീഷൻ റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാനാവുമോ എന്ന സംശയത്തിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. കമ്മീഷനെതിരെയുള്ള വിമർശനങ്ങൾക്ക് താൻ മറുപടി പറയേണ്ടതില്ല. മനുഷ്യത്വത്തിന് മുൻതൂക്കം നൽകുമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ന്യൂസ് 18നോട്. കൊടുവള്ളിയിൽ സ്കൂട്ടർ യാത്രക്കിടെ സ്വർണ്ണ വ്യാപാരി ആക്രമിച്ച് 2 കിലോ സ്വർണം കവർന്നു. മുത്തമ്പലം സ്വദേശി ബൈജുവിനെ ആക്രമിച്ച് സ്വർണം തട്ടിയത് കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ. കൊള്ള നടത്തിയത് കാറിലെത്തിയ 4 അംഗ സംഘം.